കുറേ ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾക്ക് ഈ വീഡിയോയിലൊക്കെ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. സ്റ്റോക്ക് വീഡിയോക്ക് മാറ്റി കുറച്ച് ഡ്രോയിങ് വീഡിയോസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തന്നെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്, സന്തോഷം. ഓക്കെ, അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തത് എങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കാം, എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാം. സന്തോഷം എന്ന് പറയുന്നത് പുറമേയുള്ളൊരു വസ്തുവല്ല. സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് തന്നെ ഒന്നാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തുക തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല മെത്തേഡ്. സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഇത്രയും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 4-5 മണിക്കൂർ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഫുൾ വീഡിയോ ഇരുന്ന് കാണാൻ നോക്കുക. മാക്സിമം എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജസും ഓഡിയോ ഒക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ എൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വോയിസ് ഓവറോ. ഓക്കെ, ആദ്യം തന്നെ വേണ്ടത് നിങ്ങളുടെ പോസിറ്റീവ് തിങ്കിങ് ആവുക. അതായത് നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ടുവരിക. എപ്പോൾ പറയുന്നതാണ് കൃത്യമായ ഇത്. നെഗറ്റീവ് കാര്യങ്ങളെല്ലാം അങ്ങ് വിട്ടേക്കുക, പോസിറ്റീവ് മാത്രം അങ്ങ് ചിന്തിക്കുക, ഈ ഒരു നിമിഷം ജീവിക്കുക. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ലിവ് ഇൻ ദിസ് മൊമെൻറ്റ്. ഓക്കെ, നമ്മൾ ഈ ഒരൊറ്റ മൊമെൻ്റ് ആസ്വദിക്കാനുള്ളൂ. ആ ഒരു മൊമെൻറ്റ് തന്നെ ഇതാക്കുക. പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ഒരിക്കൽ റിഗ്രറ്റ് ചെയ്യുക, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഒരിക്കലും വറി ആവരുത്. ഇത് രണ്ടും ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ സന്തോഷം നിങ്ങളെ തേടി വരും. പിന്നെ വേണ്ടത് നിങ്ങളുടെ ശരീരത്തെ, അതായത് നമ്മുടെ ശരീരം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. ശരീരം തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും വലിയ സമ്പത്തും ശരീരം തന്നെയാണ്. അപ്പോൾ ഈ സന്തോഷം നിലനിർത്താൻ നിങ്ങളുടെ ശരീരം നല്ല രീതിയിലാക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക, നല്ല രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് മീനിങ് ഫുൾ ആക്ടിവിറ്റീസാണ്. അതായത് നമുക്ക് സന്തോഷം തരുന്ന ആക്ടിവിറ്റീസ്, ഹോബീസ്, ഇൻട്രസ്റ്റ്, മറ്റ് ആക്ടിവിറ്റീസ്. അതായത് നിങ്ങളുടെ സന്തോഷത്തെ പൂർത്തീകരിക്കുന്ന ഇത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടറുമായിട്ട് സമയം ചിലവഴിക്കൽ, ഇഷ്ടമുള്ള വീഡിയോസ് കാണൽ. എൻ്റെ വീഡിയോ എല്ലാം പോലെ നല്ല ഇഷ്ടമുള്ള വീഡിയോസൊക്കെ കാണാതിരിക്കുക. ഓക്കെ, ഒരു പോസിറ്റീവ് വൈബ് അല്ലേ. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഹാപ്പിനെസ് വരും. പിന്നെ ചെയ്യേണ്ടത് മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനാണ്. ഇത് രണ്ടും എപ്പോഴും പറയാമെന്നുള്ളത്. എത്ര വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, 10-25 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 25 വീഡിയോയിലും കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പിന്നെ കൃത്യമായ ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഗോളിൻ്റെ ഇടയിൽ വരുന്ന ഓരോ മൊമെൻറ്റും ഓരോ അച്ചീവ്മെൻറ്റ്സും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അത് ഷെയർ ചെയ്യുക, ആഘോഷിക്കുക. ഓരോ സെക്കൻഡും ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ലൈഫിൽ നിങ്ങൾക്ക് കഴിയുന്ന പോലെ പുറത്തൊക്കെ പോവുക. ഒരിടയ്ക്ക് തന്നെ കുത്തിയിരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് വികാര പ്രക്ഷുബ്ധമായ ചിന്തകളുടെ പുച്ഛലമായ പൊട്ടിച്ചരിത്രങ്ങളെല്ലാം ഉണ്ടാവുക. ഓക്കെ, ഇതെന്നാ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ പറഞ്ഞ കാര്യം എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാര്യം എനിക്കറിയാം. ഓക്കെ, എല്ലാ ഗോളുകളും സെലിബ്രേറ്റ് ചെയ്യുക, ഓരോ സ്റ്റെപ്പുകളും സെലിബ്രേറ്റ് ചെയ്ത് പോവുക. അതായത് നമ്മൾ ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം സന്തോഷിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഓരോ മൊമെൻ്റ് ആസ്വദിച്ചിട്ട് പോവുക. പിന്നെ ലൈഫ് ഒന്നേ ഉള്ളൂ, ഒറ്റൊരു ജീവിതമാണ്. ബി ഹാപ്പി, തിങ്ക് പോസിറ്റീവ്. കൃത്യമായ പോസിറ്റീവ് തിങ്കിങ്. അതായത് പ്രകൃതിയെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. ഒരു പൂ പോലെ വളരെ പൂവിൻ്റെ ചിത്രപ്പഴത്തേക്കൊന്നുമല്ല, പൂ പോലെ മൃദുലമായിട്ട് ചിരിക്കുക. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്, അതായത് നെഗറ്റീവായിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്സ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പെടുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പെടുന്നത് ഈ ടോക്സിക് ആയിട്ടുള്ള കൂട്ടറപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ പറയാ ബൈ, നോട്ട് ടുഡേ ബ്രോ, നിൻ്റെ ഡിസ്റ്റർബൻസ് ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് ആക്കാം. ഓക്കെ, അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, ഗുഡ് നൈറ്റ്. ദിസ് ഈസ് സൈനിങ് ഔട്ട് ഫ്രം മല്ലു മോട്ടിവേറ്റർ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി എൻ്റെ സ്ക്രീൻ വെക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ബളബളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.